Hi everyone, welcome back to David the Little Champ. ഇന്നത്തെ വീഡിയോയിലൂടെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള നെയിം സ്ലിപ്പ് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് ഈസി ആയിട്ട് എങ്ങനെ ചെയ്തെടുക്കാമെന്നാണ് ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാൻ പോകുന്നത്. കുറച്ച് വൈകിട്ടുണ്ടെങ്കിലും നമുക്ക് എപ്പോഴായാലും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചത്. അതിനായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത് A4 ഷീറ്റ് പേപ്പേഴ്സാണ്. വേണമെങ്കിൽ നമുക്ക് കളർ A4 ഷീറ്റ് പേപ്പേഴ്സ് യൂസ് ചെയ്യാം. അതാകുമ്പം കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതേപോലെ തന്നെ കളർ അടിക്കേണ്ട അല്ലെങ്കിൽ കളർ വെച്ച് ചെയ്യേണ്ട ആ ഒരു പ്രോസസ്സൊക്കെ ഒഴിവാക്കാനും പറ്റും. മാർക്ക് ചെയ്ത പോർഷൻ്റെ നെക്സ്റ്റ് ആയിട്ട് തന്നെ അടുത്തൊരു മാർക്കിംഗ് കൊടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സ്ലൈറ്റ് ചേഞ്ച് പോലും വരാതെ നമ്മൾ സ്കെയിൽ വെക്കുമ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ലൈൻ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അടുത്ത പോർഷനിലും ആ ഒരു പോയിൻ്റ് വെച്ച് നേരെ സ്കെയിൽ വെച്ച് വരച്ച് കട്ട് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ ഇത് നമുക്ക് വൈറ്റ് പേപ്പറിലും മുന്നേ പറഞ്ഞതുപോലെ തന്നെ വൈറ്റ് പേപ്പറിലും കളർ പേപ്പറിലും ഇത് നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുപോലെ നമ്മൾ എത്രത്തോളം എഫോർട്ട് ഇടുന്നോ അത്രത്തോളം ഇത് ഭംഗിയായിട്ട് നമുക്ക് കിട്ടും. വീണ്ടും ഇതിൻ്റെ മിഡിൽ പോർഷൻ നമ്മൾ മടക്കി അവിടെ ഒരു കട്ട് ചെയ്യും. അപ്പോൾ നമുക്കിത് രണ്ടായിട്ട്, ഇപ്പം നമ്മളിപ്പോൾ 4 പേപ്പറാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ 8 പേപ്പർ ഡബിളായിട്ട് നമുക്ക് നെയിം സ്ലിപ്പ് ഉണ്ടാക്കാനായിട്ട് പറ്റും. വളരെ ഈസിയാണ്, അതുകൊണ്ട് ആരും ട്രൈ ചെയ്യാതിരിക്കരുത്. എല്ലാവരും ഒന്ന് കൊച്ചതായിട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കണം. ആദ്യമായിട്ട് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്, നമുക്കിപ്പോൾ ക്ലിപ്പൊക്കെ വാങ്ങിക്കുമ്പോഴത്തേന് അതിനകത്തൊരു കാർഡിനകത്ത് വെച്ചിട്ടൊക്കെ ആയിരിക്കും തരുന്നത്. അതിൻ്റെ ഒരു ഇംപ്രഷൻ എടുത്ത് അതിൻ്റെ ബേസിസിൽ നമുക്കൊരു നെയിം സ്ലിപ്പ് ഉണ്ടാക്കി നോക്കാം. ആദ്യമായിട്ട് അങ്ങനെ കാർഡ് എടുക്കുക. അത് നമുക്ക് യൂസ് ചെയ്യുന്ന ഏത് പേപ്പറാണോ യൂസ് ചെയ്യുന്നത് ആ പേപ്പറിലോട്ട് വെച്ച് അതിൻ്റെ ഇംപ്രഷൻ എടുത്തതിന് ശേഷം ആ ഒരു ഇംപ്രഷൻ അനുസരിച്ച് തന്നെ അത് കട്ട് ചെയ്ത് എടുക്കുക. ഈസിയാണ്, കുറച്ചൊന്ന് ക്ഷമ മതി അതൊന്ന് റെഡിയായി കിട്ടാനായിട്ട്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ അതിനൊരു ചെറിയ ബോർഡർ ലൈൻ കൊടുക്കും. നമ്മളിപ്പം യെല്ലോ പേപ്പർ യൂസ് ചെയ്തതുകൊണ്ട് തന്നെ ബ്ലാക്ക് ബോർഡർ ലൈൻ കൊടുക്കുമ്പോഴത്തേന് അതൊരു നല്ല ഭംഗിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് ഞാനിവിടെ ബ്ലാക്ക് ബോർഡർ ലൈനാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ബോർഡർ ലൈൻ കൊടുക്കുമ്പോൾ ആ ഒരു കർവ്സൊക്കെ നമ്മൾ ഇച്ചിരി അകത്തോട്ട് തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ വരുമ്പോഴത്തേനാണ് കൂടുതൽ ഭംഗിയായിട്ട് നമുക്കിത് തോന്നുന്നത്. അതിനുശേഷം കുറച്ചും കൂടെ ഭംഗിയാക്കാനായിട്ട് നമ്മൾ നെയിം സ്ലിപ്പിൽ ഒരു സ്റ്റിക്കർ ഒട്ടിക്കുന്നത് നന്നായിരിക്കും. ആ സ്റ്റിക്കർ നമുക്ക് കോമൺ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ബാലരമയെന്നോ നമ്മുടെ പഴയ നോട്ട്ബുക്സിൽ അല്ലെങ്കിൽ നമ്മുടെ വേറെ എന്തെങ്കിലും ആഡ്സ് ഒക്കെ വരുന്നതിനകത്തു നിന്നൊക്കെ നമുക്കത് സെലക്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യാം. അന്നേരം വേറൊരു ലെവലും ആയിരിക്കും. അതുപോലെ തന്നെ വേറൊരു സ്ട്രക്ചറിലും നമുക്ക് നമ്മുടെ നെയിം സ്ലിപ്പ് തയ്യാറാക്കാം. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് നോക്കാം. നമ്മളിത് വൈറ്റ് പേപ്പറിലാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ കുറച്ച് കളേഴ്സ് വെച്ച് റൗണ്ട് സർക്കിൾസ് വരച്ച് അതിനകത്ത് ജസ്റ്റ് ഒരു ഡ്രോയിങ് എന്ന് വെച്ചാൽ ഒരു ബോർഡർ ലൈൻ ഡിസൈനായിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിനു മുന്നേ ഒരു ബോർഡർ ലൈൻ ഡിസൈൻ ജസ്റ്റ് ചുമ്മാ ഞങ്ങൾ വരച്ചിട്ടുണ്ടായിരുന്നു. അതേ ഡിസൈൻ തന്നെ ഇവിടെ ഒന്ന് നമ്മൾ നെയിം സ്ലിപ്പിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. എനിക്കും ഇഷ്ടപ്പെട്ടു, ഡേവിഡിനൊക്കെ ഇഷ്ടപ്പെട്ടു. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതാകുമ്പം നമുക്കിത് കുഞ്ഞു കുട്ടികൾക്കല്ല, കുറച്ചും കൂടെ വലിയ കുട്ടികൾക്കായാലും നല്ലതായിരിക്കും. അവരുടെ ആ ഒരു ഏജിനനുസരിച്ച് അവർക്ക് ക്രിയേറ്റീവായിട്ട് തോന്നുകയും ചെയ്യും.
ഇത് വരുന്നത് ഒരു വൃത്തിൻ്റെ ഡിസൈനാണ്. എന്നിരുന്നാലും ഈ ഒരു സർക്കിളിനകത്ത് നമ്മൾ നെയിമൊക്കെ കൊടുക്കുമ്പം ഒരു വെറൈറ്റി ആയിട്ട് റൗണ്ട് നെയിം സ്ലിപ്പായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഒരു വെറൈറ്റിക്ക് നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതും ഒരു ഡിസൈൻ, ബോർഡർ ലൈൻ ഡിസൈൻ പോലെ, റൗണ്ട് പേപ്പറിൻ്റെ ബോർഡർ ലൈൻ ഡിസൈൻ പോലെ ഒരു വെറൈറ്റി ഐറ്റമാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിനകത്ത് ഏത് ഡിസൈനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഓരോ ഡിസൈൻ അല്ല ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോഴും നമ്മൾ ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് ചെയ്യുമ്പോൾ അത് കൂടുതൽ ഭംഗിയാവുകയും ചെയ്യും. അതുപോലെ തന്നെ അത് ആർക്ക് വേണ്ടിയാണോ നമ്മൾ ചെയ്യുന്നത് അവർക്ക് കൂടുതൽ നമ്മൾ ഇടുന്ന എഫേർട്ട് മനസ്സിലാവുകയും ചെയ്യും. ഇതുപോലുള്ള ഒരുപാട് ക്രാഫ്റ്റ് ഐഡിയാസ് ഞങ്ങളുടെ ചാനലിലുണ്ട്. ഡു സബ്സ്ക്രൈബ് ആൻഡ് വാച്ച് മോർ വീഡിയോസ്. ഇനിയിപ്പം ബുക്കിൽ വരുമ്പോൾ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഭംഗിയെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ സെല്ലോ ടേപ്പ് ഒരു 6 സെൻറ്റിമീറ്റർ വീതിയുള്ള സെല്ലോ ടേപ്പാണ് എടുത്തേക്കുന്നത്. അത് നീട്ടി അറ്റം നമ്മളൊരു പേന വെച്ചിട്ട് ഒന്ന് ടൈ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ ഈ നെയിം സ്ലിപ്പ് കമത്തി അതിനകത്തോട്ട് ഒട്ടിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ജസ്റ്റ് അതിൻ്റെ ഔട്ടർ പോർഷൻ എന്തെങ്കിലും എക്സസ് ആയിട്ടുള്ള പോർഷൻ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കുറച്ച് ഗ്യാപ്പ് ഇടണം. അതിന് നമ്മൾ ഇതിനകത്ത് ഒട്ടിക്കണ്ടേ, ആ ഒരു സ്പേസിന് വേണ്ടിയാണ് ഈ ഒരു ഗ്യാപ്പ് ഇട്ടേക്കുന്നത്. അല്ലാതെ നമുക്ക് ഡബിൾ സൈഡ് സ്റ്റിക്കേഴ്സ് യൂസ് ചെയ്തും ചെയ്യാം. ആ ഒരു മെത്തേഡും ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഏത് നെയിം സ്ലിപ്പ് ആണെന്ന് പറയണം. കണ്ടോ, ഈ ഗ്യാപ്പ് കണ്ടായിരുന്നോ, നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? അതിനുശേഷം ആ ഗ്യാപ്പ് വെച്ച് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ഒട്ടിക്കാനായിട്ട് പറ്റും ബുക്കിനകത്ത്.